തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. അതെന്നാശയേ, അതെന്നാനന്ദമേ, അതെൻ പ്രത്യാശയിൻ പ്രഭാതമേ. അതെന്നാശയേ, അതെന്നാനന്ദമേ, അതെൻ പ്രത്യാശയിൻ പ്രഭാതമേ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീത രാത്രിയിൽ അരുമനാഥൻ്റെ അനുഗ്രഹീത വചസ്സുകളെ ശ്രദ്ധിക്കേണ്ടതിന് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നതിനാൽ ഞാൻ നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഫിലദൽഫിയ AG ഷാർജ ഒരുക്കിയ ഈ ശ്രേഷ്ഠ വിരുന്ന് ദൈവനാമത്തിൽ ആയിരങ്ങൾ അനുഭവിക്കേണ്ടതിനായി പ്രിയ റിജി പാസ്റ്ററോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ പഠിക്കുന്ന വിഷയം തിരുവെഴുത്തിൽ നിന്നാണ്. എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്, നിത്യത മുതൽ നിത്യത വരെ എന്ന വിഷയമാണ്. ബൈബിളിലെ ഏറ്റവും വലിയ സബ്ജക്റ്റാണ് നമ്മൾ പാഠ്യവിഷയമായി കണ്ടിട്ടുള്ളത്. അത് പഠിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ വേണം എന്ന കാര്യം ഓർപ്പിക്കുന്നു. ഏറെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നിങ്ങളെല്ലാവരും വിഷയത്തിലേക്ക് വരിക. എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്, അല്ലെങ്കിൽ എറ്റേണിറ്റി ടു എറ്റേണിറ്റി, നിത്യത മുതൽ നിത്യത വരെ. നമുക്കിന്ന് 4ാമത്തെ ദിവസം വിഷയത്തിൻ്റെ അഗാധതയിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ സുനിൽ ഇത് വായിച്ച് തരുന്നതാണ്. On 3 occasions related eternity. യേശു നിത്യതയോട് ബന്ധപ്പെട്ട 3 സന്ദർഭങ്ങളിൽ ഏത് നിലയിലാണ് ബൈബിൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്? നിത്യതയോട് ബന്ധപ്പെട്ട് നമ്മൾ 3 പ്രധാന സന്ദർഭങ്ങളാണ് പഠിച്ചത്. നിങ്ങളുടെ ഓർമ്മയിൽ കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സന്ദേശ പരമ്പരയിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു വിഷയത്തിൻ്റെ തുടർച്ചയാണ് എന്ന കാര്യമാണ്. അതിൻ്റെ 52 ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓരോ ടോപ്പിക്കും അതതിൻ്റെ വലുപ്പത്തിൽ വളരെ ഉച്ചസ്ഥായിയിൽ കേൾപ്പാൻ, കാണാൻ, അനുഭവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. യേശു ക്രിസ്തു നിത്യയോട് ബന്ധപ്പെട്ട് 3 സന്ദർഭങ്ങളിൽ ഏത് നിലയിലെല്ലാമാണ് പഠിക്കാനുള്ളത്, യേശു ക്രിസ്തുവിനെ കുറിച്ച് അനുഭവിക്കാനുള്ളത്. നമുക്ക് ആ വിഷയങ്ങളിലേക്ക് അനുധാവനം ചെയ്യാം. ആഗ്രഹത്തോടെ വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, മാധ്യമങ്ങൾ വഴി ശ്രദ്ധിക്കുന്ന എല്ലാവരെയും നമ്മുടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ആഴങ്ങളിലേക്കൊന്ന് കടക്കാം. യേശുവിൻ്റെ വാക്കിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം. 3 ഭാഗമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഒന്ന്, എറ്റേണിറ്റി ബിഫോർ ദ വേൾഡ് എക്സിസ്റ്റഡ്. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതിന് മുൻപ്, ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ്, ഈ പ്രപഞ്ചം രൂപപ്പെടുന്നതിന് മുൻപ്, ഇതിൻ്റെ ഒരു മോർഫി നൽകുന്നതിന് മുമ്പ്, ഇതിൻ്റെ ഹയസ്റ്റ് പാർട്ട് ഓഫ് ദ ഡസ്റ്റ് ഓഫ് ദ വേൾഡ് ഒരു വാക്കുകൊണ്ട് നിർമ്മിക്കുന്നതിന് മുമ്പ് യേശു എവിടെയായിരുന്നു, യേശുവിൻ്റെ സ്ഥിതി എന്തായിരുന്നു? അതാണ് 1ാമത്തെ പാഠം. അത് അല്പം പഠിക്കാനുണ്ട്. 2ാമത്തെ പാഠം എറ്റേണിറ്റി വൈൽ ദ വേൾഡ് എക്സിസ്റ്റ്. ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന സന്ദർഭങ്ങളിൽ യേശുവിനെ കുറിച്ച് ബൈബിൾ തരുന്ന പാഠങ്ങൾ എന്തെല്ലാമുണ്ട്, അതും നമുക്ക് ഇവിടെ പഠിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ചരിത്രത്തിൽ ക്രിസ്തു എന്ന വിഷയമാണ്. ഹിസ്റ്റോളജിയുടെ ഒരു വലിയ ഭാഗം കൂടെ നമ്മൾ ഒരുമിച്ചുകൂടെ പഠിക്കുകയാണ്. നമ്മൾ അറിയാൻ പറയുകയാണ്, ആദ്യം ദൈവശാസ്ത്രം 4 ഭാഗങ്ങളായിരുന്നു. പിന്നീട് അത് അവാന്തര ഭാഗങ്ങളായി തിരിച്ചു. പിന്നെ സിസ്റ്റമാറ്റിക് തിയോളജി വന്നപ്പോൾ 14 ബ്രാഞ്ചസ് ആയി. നമ്മൾ ഈ 14 ബ്രാഞ്ചസും നമ്മുടെ ക്ലാസ്സിൽ ശരിക്കും സന്ദേശ രൂപത്തിൽ അറിയാൻ പോകുന്നുണ്ടെന്നുള്ളത് ആരും മറക്കരുത്. അത് കർത്താവ് അതിന് വേണ്ട ക്രമീകരണം ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഒന്നിച്ചത് കേൾക്കുകയും ചെയ്യാം. 3ാമത്തേത് എറ്റേണിറ്റി ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ വേൾഡ്, അഥവാ ഈ പ്രപഞ്ചം തീർന്ന ശേഷം, പ്രപഞ്ചം അവസാനിച്ച ശേഷം, കത്തി എരിഞ്ഞ ശേഷം എന്തായിരിക്കും നിത്യത, നിത്യതയിൽ ക്രിസ്തു ആരായിരിക്കും? ആ സംബന്ധിച്ച് ദൈവവചനം നമുക്ക് തരുന്ന ആഴമേറിയ അറിവുകളുണ്ട്.
ഈ 3 ഭാഗത്ത് ക്രിസ്തു എന്ന കാര്യമാണ് നമ്മൾ ഇന്ന് പഠനം ആരംഭിക്കുന്നത്. ഒന്നോടെ ഞാൻ പറയാം, അത് ഇംഗ്ലീഷിൽ നമ്മുടെ സുനിൽ വായിച്ചു കേൾപ്പിക്കും. എന്നെക്കാൾ നന്നായി സുനിൽ അത് വായിക്കുന്നുണ്ട്. വായിച്ചു കേൾപ്പിച്ചാട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക, മാധ്യമങ്ങൾ വഴി എല്ലാവരും ശ്രദ്ധിക്കുക. In Jesus' words, eternity before the world existed, eternity while the world exists, eternity after the end of the world. 3 നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഒന്നുകൊണ്ട് ഞാൻ പറയാം, ഈ പ്രപഞ്ചം നമ്മുടെ കർത്താവ് സൃഷ്ടിക്കുന്നതിന് മുമ്പ് എവിടെ ആയിരുന്നു? അതാണ് ഒന്നാമത്തെ ഭാഗം. അന്നത്തെ അവസ്ഥ എന്താണ്, സ്റ്റേറ്റ് എന്താണ്, അത് സംബന്ധിച്ച് ആഴമായ പാഠങ്ങൾ ബൈബിൾ തരുന്നുണ്ട്. അത് ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം പഠിക്കാം. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ ആ കാര്യം പഠിക്കാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ മഹാത്മ്യമുള്ളത്. അടുത്തത് നമ്മൾ കടക്കുന്നത് അതേ വിഷയത്തിൽ തന്നെ അത് ഉൾക്കൊള്ളുകയാണ്. ലോകം ഉണ്ടാകും മുമ്പ് നിത്യതയിൽ യേശുവിൻ്റെ സ്ഥിതി എന്താണ്? ലോകം ഉണ്ടാകും മുമ്പ്, ഈ കാണുന്ന പ്രപഞ്ചം ഉണ്ടാകും മുമ്പ്, അതിൻ്റെ ഹയസ്റ്റ് പാർട്ട് ഓഫ് ദ ഡെസ്റ്റ് ഓഫ് ദ വേൾഡ് ഉണ്ടാകുന്നതിന് മുമ്പ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റലേഷൻ. നമ്മൾ എടുക്കും, അത് കോൺസ്റ്റലേഷൻ രൂപപ്പെടുന്നതിന് മുൻപ്. കൃത്യമായി അതേ പദം തന്നെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് കാണാനും കേൾക്കാനും ദൈവം ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. അതിന് മുൻപിൽ നിന്നത് കർത്താവദാസൻ പാസ്റ്റർ എജി തോമസ് ആണ്. ഫിലദൽഫിയ AG ഷാർജയാണ്. പാസ്റ്ററോടും സഭയോടുള്ള നന്ദിയും കൂടെ ഈ ടൈമിൽ ഞാൻ ഓർപ്പിക്കുന്നു. ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും യൂട്യൂബ് വഴി കേൾക്കുന്നവരോടും എൻ്റെ നന്ദിയും ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. നമുക്ക് മുമ്പോട്ട് പോകാം. ജീസസ് എറ്റേണിറ്റിയെ സംബന്ധിച്ച് പറഞ്ഞു. പ്രീ എറ്റേണിറ്റിയിൽ യേശു ആരായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇന്ന് കൃത്യമായി കാണുകയാണ്. ഓരോന്നോരോന്നായി നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ സുനിൽ ഇത് വായിച്ചു കേൾപ്പിക്കും. The state of Jesus in pre-eternity. 2 applications. 2 പ്രധാന പ്രയോഗങ്ങളിൽ നിന്നാണ് ആ കാര്യം നമ്മൾ അറിയുന്നത്. അത് യേശുക്രിസ്തുവിൻ്റെ വാക്കിൽ നിന്ന് തന്നെയായിരിക്കും. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ അതേ മൊഴിയിൽ നിന്നാണ് നമ്മൾ ആ കാര്യം പഠിക്കുന്നത്. അത് കൃത്യമായി ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ ഒരു ലൈനും കൂടെ സുനിൽ 2 വട്ടം വായിക്കണം. അവസാനത്തെ ആ ലൈൻ Based on Lord's Prayer. കർത്താവിൻ്റെ പ്രാർത്ഥന. കർത്താവിൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കർത്താവിൻ്റെ പ്രാർത്ഥന ഏതാണ് അല്ലേ? സത്യത്തിൽ കർത്താവിൻ്റെ പ്രാർത്ഥന ഏതാണ്? മത്തായി 6, ലൂക്കോസ് 6 കർത്താവിൻ്റെ പ്രാർത്ഥന എന്ന് എല്ലാവരും പഠിപ്പിക്കുന്നത്. അത് കർത്താവിൻ്റെ പ്രാർത്ഥനയല്ല, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ശിഷ്യന്മാരെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് മത്തായി 6, ലൂക്കോസ് 6. എന്നാൽ കർത്താവിൻ്റെ പ്രാർത്ഥന ഏതാണ്? പൂർവ്വനിത്യതയിൽ യേശുവിൻ്റെ അവസ്ഥ എന്താണ്? ഈ 2 വിധ പ്രയോഗങ്ങളിലൂടെ ക്രിസ്തുവിനെ ലോകത്തിനെ പരിചയപ്പെടുത്തിയത് ഏത് വിധത്തിലാണ്? വളരെ ലളിതമായി നമുക്കൊന്ന് പഠിക്കാം. വളരെ ഗംഭീരമായ ഘനമുള്ള വിഷയമാണെങ്കിലും പഠിക്കുന്നത് വളരെ ലളിതമായി തന്നെ പഠിക്കാം. നമുക്ക് മുമ്പോട്ട് പോകാം. നമുക്ക് ഇവിടെ അല്പനേരം നിൽക്കാം. 2 ടൈപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. വാക്യങ്ങൾ വായിക്കുന്നില്ല, ഇത് കഴിഞ്ഞിട്ട് വായിക്കാം. ഈ 2 ടൈപ്പും ഒന്ന് വായിക്കാമോ സുനിൽ? 2 types. First, John 17 verse 5. എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം. ആ പദം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എനിക്ക് യേശുവിനെ പിതാവിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം, അതാണ് ഒന്നാമത്തെ പ്രയോഗം. രണ്ടാമത്തെ പ്രയോഗം ഈ റെഫറൻസ് ഒന്ന് വായിച്ചാൽ മതി, വെറുതെ റെഫറൻസ് മാത്രം. John 17 verse 24. യോഹന്നാൻ 17:24 അവിടെ പറഞ്ഞിരിക്കുക, നീ എനിക്ക് നൽകിയ മഹത്വം. ഒന്നാമത്തേത് ഉണ്ടായിരുന്ന മഹത്വം, രണ്ടാമത്തേത് നൽകിയ മഹത്വം. പൊതുവെ ഈ പഠനം ചരിത്രത്തിൽ വന്നതായി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടില്ലെന്നേ ഉള്ളൂ എന്ന് വിചാരിച്ച് റിജി തോമസ് പാസ് കണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല എനിക്ക്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി വായനയുള്ള പ്രിയപ്പെട്ടവരുണ്ട്. ഇതിനകത്ത് MP സന്തോഷമുണ്ട്, നല്ലൊരു വായനക്കാരനാണ്. നമ്മുടെ ജേക്കബ് ജോൺ പാസ്റ്റർ ഡൽഹിയിൽ നിന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ നിഖിൽ പാസ്റ്ററൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് വായനക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ വായിച്ചില്ല എന്നെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ വായിച്ചിട്ടില്ല എന്നേ പറഞ്ഞോളൂ, ഞാൻ കണ്ടിട്ടില്ല.
ഞാൻ കണ്ട കാര്യം ബൈബിളിൽ നിന്ന് പറയാൻ പോകുകയാണ്. നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഒന്ന്, നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം. രണ്ട്, പിതാവ് നൽകിയ മഹത്വം. ഇത് രണ്ടും രണ്ടായി തന്നെ ബൈബിളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടിൻ്റെയും പ്രദർശനങ്ങൾ, അതിൻ്റെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദിസ് ഗ്ലോറി എന്ന് പറയുന്നത് രണ്ട് വിധത്തിലാണ്, 2 types ആണ്. അത് രണ്ട് വിധത്തിലാണ് അനുഭവിക്കുന്നത്, രണ്ട് ഇടങ്ങളിലാണ് അനുഭവിക്കുന്നത്. ഇക്കാര്യം അല്പം കൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അല്പം മുമ്പോട്ട് പോകുകയാണ്. നമുക്ക് തിരുവഴുത്തിലേക്ക് കൂടെ കടക്കണമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇത് തിരുവഴുത്ത് നമ്മൾ വായിക്കുകയാണ്. ജീന ഇപ്പോൾ വായിക്കും. യോഹന്നാൻ 17:5 ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തു ഭൂമിയിലായ സമയത്ത് പിതാവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലാ പറയുന്നേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം. ബാക്കി പിന്നീട് വായിക്കുന്നുണ്ട്, വിശദീകരണങ്ങൾ വേറെ പറയുന്നുണ്ട്. ഈ ഒരു പ്രയോഗത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്താണ് ഈ കാര്യം പറയുന്നത്. ക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്താണ്. കൃത്യമായി ഒന്നുകൂടെ പറയുന്നു. എന്നാൽ എപ്പോഴത്തെ മഹത്വം പറയുന്നേ? ലോകം ഉണ്ടാകും മുമ്പ്, ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്. ഈ കാര്യം അറിഞ്ഞിരിക്കണം. ആകയാൽ അവിടേക്ക് നമുക്കൊന്ന് കടക്കണം. പ്രൈസ് ഗോഡ്. അത് ആഴമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ഒന്ന് നിർത്തി വായിച്ചാട്ടെ എല്ലാവരും. പ്ലീസ്, ഇത് നിർത്തി നിങ്ങൾ എല്ലാവരും വായിക്കണം. ഇപ്പോൾ സുനിൽ വായിക്കും. With the glory which I had with thee, parasuto with thine own self. ഈ പ്രയോഗത്തിന്റെ ആഴമായ അർത്ഥം ഒന്ന് ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ എല്ലാവരും എഴുതാൻ വേണ്ടി പറയുകയാണ്. നിന്നോട് ഒപ്പം ഉണ്ടായിരുന്ന മഹത്വം. നിന്നോട് ഒപ്പം ഉണ്ടായിരുന്ന മഹത്വം. വളരെ ചിന്താർഹമായ ഒരു പാഠഭാഗം. ഇത് പഠിച്ചിരിക്കേണ്ടതാണ്. നമ്മളോട് ബന്ധപ്പെട്ട് ഇതിൽ വലിയ തോതിൽ പഠിക്കാനുണ്ട്. ചെറിയ തോതിലല്ല പഠിക്കാനുള്ളത്, വലിയ തോതിൽ നമുക്ക് ഈ കാര്യം പഠിക്കാനുണ്ട്. നമുക്ക് ആഴത്തിൽ അതിനെക്കുറിച്ച് പഠിക്കാം. നിന്നോട് ഒപ്പം ഉണ്ടായിരുന്ന മഹത്വം അത് എപ്പോഴാണ് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ജീനൊന്ന് വായിച്ചു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യെസ്. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കാമോ? പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ. ഒപ്പമുണ്ടായിരുന്ന മഹത്വം അന്നാണ്. പിതാവിന്റെ മടിയിൽ പുത്രൻ ഇരിക്കുന്ന സമയത്താണ് ഒപ്പമുണ്ടായിരുന്ന മഹത്വം. ഇത് നമുക്ക് പഠിക്കേണ്ടതുണ്ടോ? ഇതാണ് പഠിക്കാനുള്ളത്. നമ്മളോട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട കാര്യം ഇതാണ്. പിന്നീട് വരും. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുകയാണ്. നിത്യമായ സ്വർഗാദി സ്വർഗങ്ങൾ. ഞാനിവിടെ എഴുതിയിട്ടില്ല, ഞാൻ പറയാം, നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് എഴുതിയിടാം. സ്വർഗങ്ങളെ കുറിച്ചുള്ള അറിവ് യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ശാന്തമായിട്ടൊന്ന് പറഞ്ഞു തരുന്നു, ആവശ്യക്കാർക്ക് എഴുതിയെടുക്കാം. ഒന്ന്, നിത്യമായ സ്വർഗാദി സ്വർഗങ്ങൾ. സങ്കീർത്തനം 68:33 അതിന് മൂലഭാഷയിൽ അങ്ങനെ കാണാം. നിത്യമായ സ്വർഗാദി സ്വർഗങ്ങൾ. വിശദമായി നമുക്ക് പിന്നീട് പഠിക്കാം. രണ്ട്, നിർമ്മിച്ച സ്വർഗങ്ങളും സ്വർഗാദി സ്വർഗങ്ങളും. നെഹമ്യാവ് 9:6 നിർമ്മിച്ച സ്വർഗങ്ങളും സ്വർഗാദി സ്വർഗങ്ങളും. അത് നെഹമ്യാവ് 9:6 കാണാം. മൂന്നാമത്തേത് അതല്ല, നിർമ്മിക്കുന്ന പുതിയ സ്വർഗങ്ങൾ. കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷിൽ വായിച്ചല്ലോ, ഐ ക്രിയേറ്റ് ന്യൂ ഹെവൻസ് ആൻഡ് എർത്ത്. നിർമ്മിക്കുന്ന പുതിയ സ്വർഗങ്ങൾ. ഇതിൽ ഈ പ്രപഞ്ചം ഉണ്ടാകും മുമ്പ്, സ്വർഗങ്ങളും സ്വർഗാദി സ്വർഗങ്ങളും നിർമ്മിക്കുന്നതിന് മുൻപ് പിതാവിനോടൊപ്പം ഉണ്ടായിരുന്ന മഹത്വം. കുറെക്കൂടെ ഹൃദ്യമായ ഭാഗമാണ് അവിടെ പറയുന്നത്. പിതാവിന്റെ മടിയിൽ ഇരുന്ന ഏകജാതനായ പുത്രന്റെ മഹത്വം. കൂടാതെ
ഒരെണ്ണം കൂടെ എഴുതിയിട്ടുണ്ട്, ഫിലിപ്പിയർ 2:6. വാക്യം വായിക്കുന്നില്ല ഇപ്പോൾ, വിശദാംശം വേറെ പറയാനുള്ളതുകൊണ്ട്. ദൈവത്തോട് സമത്വമുള്ളവൻ. ആ ടൈമിൽ ദൈവത്തോട് സമത്വമുള്ളവനാണ്. ഈക്വൽ വിത്ത് ഗോഡ്. യേശുവേ പറഞ്ഞിരിക്കുന്നു ഈക്വാലിറ്റി വിത്ത് ഗോഡ്, ഈക്വൽ വിത്ത് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തോട് സമത്വമുള്ളവൻ, പിതാവിന്റെ മടിയിലിരിക്കുന്നവൻ, പിതാവിനോടൊപ്പം ഉണ്ടായിരുന്ന മഹത്വത്തിൽ ഇരിക്കുന്നവൻ. എത്ര വിലപ്പെട്ട ഒരു ആശയമാണ്. വളരെ വിലപ്പെട്ട ഒരു ആശയമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, പിതാവിന്റെ മടിയിലിരിക്കുന്ന യേശു, പിതാവിനോടൊപ്പം സമത്വമുള്ള യേശു, പിതാവിനോടൊപ്പം മഹത്വം ഉണ്ടായിരുന്ന യേശു. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ഞാൻ സന്തോഷിക്കുന്നത് ഇത്ര വലിയ മഹത്വത്തിൽ ഇരുന്നവനാണ് കാൽവരിയിലേക്ക് നമുക്കായിട്ട് ഇറങ്ങി വന്നത്. അതിൽ ആനന്ദമുള്ളവർ എത്ര പേരുണ്ട്? ഏറ്റവും വലിയ താഴ്ച സ്വീകരിപ്പാൻ നമ്മുടെ കർത്താവ് ഇറങ്ങി വന്നിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പറയാം, കർത്താവ് എന്നെ സ്നേഹിച്ചതിനെ, ഇത്ര ആഴത്തിൽ സ്നേഹിച്ചതിനെ, ഇത്ര നീളത്തിൽ സ്നേഹിച്ചതിനെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നെന്ന് പറയാൻ ഹൃദയമുള്ളവരെല്ലാം എഴുതുമ്പോൾ തന്നെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എഴുതണം എന്ന് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇവിടെ കുറച്ചുകൂടെ എടുത്തു പറയാനുണ്ട്. യേശു ക്രിസ്തു ദൈവമല്ല എന്ന് ചടിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവരോട് എനിക്ക് മനപ്രയാസമൊന്നുമില്ല, എന്നാൽ അവരും കൂടി ഈ സത്യം അറിയണ്ടേ. ക്രിസ്തു ദൈവമല്ല എന്ന് സ്ഥാപിക്കുന്ന ആളുകളോട് ഞാൻ പറയുകയാണ്, അവരുടെ പേരുകളല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം അവരാണ്. അവരകത്ത് ഈ ആശയം കയറണം. പിതാവിനോടൊപ്പം ഉണ്ടായിരുന്നവനാണ്, പിതാവിനോടൊപ്പം മഹത്വം ഉണ്ടായിരുന്നവനാണ്, പിതാവിന്റെ മടിയിലിരുന്നവനാണ്, ദൈവത്തോട് സമത്വമുള്ളവനാണ്. എപ്പോൾ? പ്രീ എറ്റേണിറ്റി, പൂർവ്വ നിത്യതയിൽ, അഥവാ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപ്. നമ്മൾ ആദ്യമേ പഠിച്ചു, ദ ഹയസ്റ്റ് പാർട്ട് ഓഫ് ദ ഡെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഈ ഭൂമി സൃഷ്ടിക്ക് മുമ്പ്, ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ്, പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യം വന്നത് ദ ഹയസ്റ്റ് പാർട്ട് ഓഫ് ദ വേൾഡ് ആണ്. അത് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കർത്താവിന് ഇത്രയും വലിയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നതാണ് സത്യം. ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. ഒന്നുകൂടെ 4-ാം വട്ടം എടുത്തു പറയുന്നത് നിങ്ങളുടെ അകത്ത് ഈ പാഠഭാഗത്തിന്റെ ഒടുക്കം വരെ ഒരുമിച്ച് വരാൻ വേണ്ടിയാണ്. ശ്രദ്ധിക്കുക, പിതാവിനോട് ഒപ്പം ഉണ്ടായിരുന്ന മഹത്വമുള്ളവൻ. 2, പിതാവിന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രന്റെ മഹത്വമാണത്. 3, ദൈവത്തോട് സമത്വമുള്ളവനാണ്. ആകയാൽ യേശു ക്രിസ്തു ദൈവം തന്നെ. എപ്പോൾ? ചരിത്രത്തിലല്ല, ചരിത്രം ആരംഭിക്കും മുമ്പേ അവൻ ദൈവമാകിയാൽ നമ്മുടെ കരം ഉയർത്തി ഒന്നിച്ച് ദൈവത്തിന് എല്ലാവരും മഹത്വം കൊടുത്താണ്. നമുക്ക് ഈ ക്രിസ്തുവിന്റെ അവസ്ഥയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ ഒരു ഗ്രീക്ക് വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വായിച്ച് കേൾപ്പിച്ച് ഞാൻ വിടുന്നു. ഇനി നമുക്ക് അല്പം കൂടെ മുമ്പോട്ട് പോകണം. ഈ വാക്യത്തിലാണ് ഇന്ന് നമ്മുടെ പഠനം തുടങ്ങുന്നത്. മറ്റു വാക്യത്തിൽ നമ്മൾ പഠിച്ചതാണെങ്കിലും അതിന് വിശദീകരണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രം. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അറിയണം. യോഹന്നാൻ 17:24 വായിച്ച് കേൾപ്പിക്കണം. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ആമേൻ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ മക്കളെ. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. അപ്പൊ പിതാവ് പുത്രനെ സ്നേഹിച്ച വിഷയത്തെ കുറിച്ച് പിന്നീട് ഞാൻ പഠിപ്പിക്കാം. എങ്കിൽ ഓർത്തിരിക്കാൻ പറയുക, സ്നേഹിച്ചതിന്റെ പേരിൽ പിതാവ് നൽകിയത് എന്തൊക്കെയുണ്ടെന്ന് പുതിയ നിയമത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഒരു അറിവ് നമുക്കുണ്ടാകണം. പിതാവിന്റെ സ്നേഹനിമിത്തം ലഭിക്കേണ്ട ഒട്ടനവധി ദാനങ്ങളുണ്ട് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ പിതാവിനെ സ്നേഹിക്കണം, പിതാവ് നമ്മളെ സ്നേഹിക്കണം. ഒട്ടനവധി ദാനങ്ങളുണ്ട് എന്നറിയുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. പിതാവ് നമ്മെ സ്നേഹിക്കുന്നു, നമുക്ക് പിതാവിനെ സ്നേഹിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുക നൽകിയ മഹത്വം. നൽകിയ മഹത്വത്തെ കുറിച്ച് 1-2 കാര്യങ്ങൾ ശാന്തമായി നിങ്ങൾ ഓർപ്പിക്കാം. അവിടെ ഒരല്പം കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക്. എടുത്തു പറയുകയാണ് ഞാൻ,
രണ്ടാമത്തെ ഭാഗമാണ്, അപ്ലിക്കേഷനാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒന്നാമത്തെ അപ്ലിക്കേഷൻ പിതാവിനോടൊപ്പം ഉണ്ടായിരുന്ന മഹത്വമാണ്. എന്നാൽ രണ്ടാമത്തെ അപ്ലിക്കേഷൻ പരിശുദ്ധ പിതാവ് പൂർവ്വ നിത്യതയിൽ വെച്ച് തൻ്റെ ഏകജാതന് നൽകിയ മഹത്വമാണ്. ഈ നൽകിയ മഹത്വം എന്ന് ഞാൻ എടുത്തു പറയുമ്പോൾ അതിന്റെ പ്രത്യേകതകൾ എന്താണ്, അതിന്റെ ആഴം നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. 17-22 വാക്യം നമുക്കൊന്ന് വായിക്കാം. എല്ലാവരും അവിടെ നിന്നുകൊണ്ട് ആ പഠനം ആരംഭിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. മതി. നൽകിയ മഹത്വം കൈമാറാൻ പറ്റുന്ന മഹത്വമാണ്. ഒന്നുകൂടെ എടുത്തു പറയുകയാണ്, നിത്യതയിൽ കൈമാറുകയല്ല, ചരിത്രത്തിലെ ദൈവജനത്തിന് കൈമാറാൻ പറ്റിയ മഹത്വമാണ് നൽകിയ മഹത്വം. അതറിയുന്നവർ എത്ര പേരുണ്ട്? സ്തോത്രം. നിത്യതയിലുള്ള മഹത്വം നിത്യതയിൽ വെച്ച് പിതാവ് പുത്രനെ കൈമാറി. അന്ന് നമ്മൾ അവിടെ ഇല്ല. അന്ന് പുത്രനെ മഹത്വം നൽകിയിട്ടുണ്ട്. ആ നൽകിയ മഹത്വം ചരിത്രത്തിൽ ക്രിസ്തു വന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറിയിരിക്കുകയാണ്, ദൈവജനത്തിന് കൈമാറിയിരിക്കുകയാണ്. അപ്പൊ കൈമാറുന്ന മഹത്വത്തിന്റെ പുറകിലെ പദ്ധതികൾ എന്തൊക്കെയുണ്ട് എന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നിങ്ങളുടെ ശ്രദ്ധയിൽ പാഠഭാഗപ്പെടുന്നത്. എങ്കിലും ധന്യമായ പാഠഭാഗത്തിന്റെ അതിമഹത്തായ പ്രചാരം നമ്മളെല്ലാവരും ലോകത്തിൽ കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഈ മെസ്സേജ് കേൾക്കുക മാത്രമല്ല, ഇത് പഠിക്കുക മാത്രമല്ല, ആയിരങ്ങൾക്ക് ഇത് നമ്മൾ കൈമാറണം. ഈമേൻ. 4 കൊല്ലം ക്ലാസ് ഒരുമിച്ച് കേട്ടവർ ഈ മീറ്റിങ്ങിലുണ്ട്. ഈമേൻ. ജേക്കബ് സാർ മുതൽ അനികുഞ്ഞ് പാസ്റ്റർ ഞങ്ങൾ വിളിക്കുന്നത്, ഡിലേർട്ട് റെഗുലേഴ്സ് പാസ്റ്റർ, അതുപോലെ തന്നെ മാക്സൻ ആന്റണി പാസ്റ്റർ, പ്രൈസ് ദി ലോർഡ്, സന്തോഷ് ബിന്ദു കുടുംബം, അങ്ങനെ തുടങ്ങി കുറച്ച് പേരൊക്കെ ഇതിനകത്തുണ്ട്, ഞാൻ കാണുന്നു. അവരൊക്കെ 4 കൊല്ലം എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവരാ. എന്നാൽ ഈ കാര്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ഒരു സ്ഥലത്ത് വെച്ച് അവർ കേട്ടിട്ടുള്ളൂ. ഇതിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് ഇന്ന് ഇറങ്ങാം. സമയത്തിൻ്റെ പരിമിതിയുണ്ട്. പക്ഷെ ഇന്ന് സത്യം പറഞ്ഞാൽ നിങ്ങൾ 11 മണി നോക്കി ഇരിക്കരുത് എന്നതാണ് എൻ്റെ അഭിപ്രായം ഇന്നത്തെ ദിവസം. കാരണം അത്രയ്ക്ക് വിലപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കൂ, ചരിത്രത്തിൽ ദൈവജനത്തിന് കൈമാറാൻ പറ്റിയ മഹത്വം, നിത്യമഹത്വമായ ഒന്നുകൂടെ എടുത്തു പറയുകയാണ്, പൂർവ്വനിത്യതയിലെ മഹത്വം കൈമാറാൻ പറ്റിയതല്ല. ഒരു ആമേൻ പറയാൻ എത്ര പേർക്ക് പറ്റും? നിത്യമഹത്വം കൈമാറാൻ പറ്റിയ മഹത്വമല്ല നിത്യതയിൽ. എന്നാൽ നിത്യതയിൽ വെച്ച് കൊടുത്ത മഹത്വം അത് ചരിത്രത്തിൽ വന്ന് കൈമാറാൻ പറ്റുന്ന മഹത്വമാണ്. ആ മഹത്വം എനിക്ക് അനുഭവമാകണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. കൈമാറുന്ന മഹത്വം അനുഭവമാകാൻ താല്പര്യമുള്ളവരെല്ലാം ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ, ദൈവത്തിന്റെ പുത്രൻ കൈമാറുന്ന മഹത്വം കൈപ്പറ്റാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ ജേക്കബ് ജോൺ പാസ്റ്റർ, അനികുഞ്ഞ് പാസ്റ്റർ ഒരു വാക്ക് പ്രാർത്ഥിക്കും. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കണ്ണുകൾ മൂടി ദയവായി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. പിതാവ് പുത്രനെ നൽകിയ മഹത്വം, ദൈവജനത്തിന് കൈമാറുന്ന മഹത്വം, കർത്താവെ ആ മഹത്വത്തിന് ശരിയായ ഒരു എക്സിബിഷൻ സ്റ്റോൾ ഞങ്ങളാകട്ടെ എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവദാസൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളുടെ കർത്താവിനോട് ദൈവമായുള്ള സുഖസ്നായങ്ങളുടെ പിതാവ്, ഇപ്രകാരം ഞങ്ങൾക്ക് തിരുവചനം അഭ്യസിപ്പാൻ സ്തോത്രം ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിന്റെ മഹത്വം തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതിനായിട്ട് അവിടുത്തെ ഭക്തനെ ഞങ്ങൾക്ക് വേണ്ടി ഒരിക്കലും സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് പ്രാർത്ഥന നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ കൊടുത്തിരിക്കുന്നു എന്നുള്ള ഭാഗ്യത്തിന്റെ ആഴം സത്യത്തിൽ ഇന്നാണ് തിരിച്ചറിഞ്ഞത്. ഇപ്പോഴെങ്കിലും അത് തിരിച്ചറിയുവാൻ ലഭിച്ച വിലയേറിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ നിലനിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ മഹത്വം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായിട്ട് ഒരുക്കിയെടുക്കണമേ. കൂടെ ഞങ്ങൾക്ക് ആത്മീയ വർധന ഉണ്ടാവാനും തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാവാനും സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മിലൂടെ ഈ 100 നൂറ്റാണ്ടിൽ അതിൻ്റെ പ്രചാരം നടക്കണം
എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? Praise the Lord. ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ, പിതാവ് താല്പര്യപ്പെടുന്ന രീതിയിൽ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന രീതിയിൽ, ഓൺലി ദൈ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും ഉള്ളിൽ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇന്നും അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതെല്ലാ ഭാഗവും ഇന്ന് എടുക്കാൻ പറ്റില്ലെങ്കിലും ഇന്ന് ഒന്ന് രണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അല്പം മുമ്പോട്ട് പോകാം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, 2 അപ്ലിക്കേഷനാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, പിതാവിനോടൊപ്പം ഉണ്ടായിരുന്ന, പിതാവിൻ്റെ മടിയിലിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന മഹത്വം. 2, ദൈവം നൽകിയ മഹത്വം, പിതാവ് നൽകിയ മഹത്വം. ഈ നൽകിയ മഹത്വം എപ്പോഴാണ് എന്ന കാര്യം ഇവിടെ ശ്രദ്ധിക്കൂ. ചരിത്രത്തിൽ ക്രിസ്തു ഇവിടെ വന്നപ്പോൾ, ക്രിസ്തുവിൻ്റെ ഐഹിക ജീവകാലത്ത്, പ്രൈസ് ദി ലോർഡ്, ഭൂമിയിൽ കർത്താവ് കാലുകുത്തിയ കാലത്ത് ആ മഹത്വം തൻ്റെ ജനത്തിനെ, തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറി എന്നതാണ് ഏറ്റവും സന്തോഷകരമായ വാർത്ത. ആ സന്തോഷകരമായ വാർത്ത പറയുമ്പോൾ ഒത്തിരി പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചിലർ പറയുന്നത് അവരിൽ നിന്ന് ഞങ്ങൾക്ക് മാത്രമേ കൈമാറിയിട്ടുള്ളൂ, നിങ്ങൾക്ക് ആർക്കും കൈമാറിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ കാര്യം കൊണ്ട് ഇതിൽ പഠിക്കണം. ആർക്കൊക്കെ ദൈവം കൈമാറിയിട്ടുണ്ട്, കൈമാറുന്നുണ്ട് എന്ന കാര്യം നമുക്കൊന്ന് പഠിക്കണം. നമുക്ക് മുമ്പോട്ട് പോകാം. പ്രൈസ് ഗോഡ്. ദയവായി ഇത് ശ്രദ്ധിച്ചാട്ടെ എല്ലാവരും. പിശാച് ഇതുപോലെ ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. മഹത്വത്തിൻ്റെ ഒരു വാഗ്ദത്തം പിശാച് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാമല്ലോ. ഒന്ന് വായിച്ചേ മോളെ. മത്തായി 4:6. പിതാവായ ദൈവം പുത്രനോട് മഹത്വത്തിൻ്റെ കാര്യം പറയുകയല്ല, മഹത്വം ഒപ്പം ഇരുത്തി 2 മഹത്വം നൽകി എന്ന പിശാച് വാഗ്ദത്തം പറയുകയാണ് ഒരു മഹത്വം. ഒന്ന് വായിച്ചേ മോളെ. മത്തായി 4:6. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ആ ദേവാലയത്തിന്മേൽ നിർത്തി അവനോട്, ആ നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, ആ നിന്നെ അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, ആ അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം ആ. നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും അടുത്തത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അടുത്തത് യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് ആ. എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പിശാച് ഈ ലോകത്തിന്റെ മഹത്വം മുഴുവൻ അവന് കാണിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിനെ ലോകത്തിന്റെ മഹത്വം മുഴുവൻ കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയാണ്, ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി. അല്ലേ? 8-ാം വാക്യത്തിൽ അത് കൃത്യമായിട്ട് കാണാം. ഒന്ന് വായിച്ചേ. 8-ാം വാക്യത്തിൽ. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെയും തരാന്ന് പറഞ്ഞിരിക്കുക. എത്ര വലിയ മനസ്സുള്ള ആളാണ് പിശാച്. ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി, നിങ്ങൾക്ക് നൽകാവുന്ന സ്തോത്രം. ഒരു ആമേൻ പറയാൻ പറ്റുമോ? പറ്റില്ല. കർത്താവിനെ ശക്തമായിട്ട് എതിർത്തില്ലേ? ഇല്ലേ? പക്ഷെ നമ്മുടെ ആളുകൾ ഇന്ന് പിശാച് നൽകിയ വാഗ്ദത്തത്തിന് പിന്നാലെ ഒഴുകി നടക്കുക. അവർക്ക് കസേര മതി, അവർക്ക് പ്രസിഡന്റ് സ്ഥാനം മതി, അവർക്ക് കസേര മതി, സെക്രട്ടറി സ്ഥാനം മതി. അത് കർത്താവ് അങ്ങനെയല്ല. കംപ്ലീറ്റ് തിരുവെഴുത്ത് വെച്ചുകൊണ്ട്, ആവർത്തനത്തിലെ വാക്യങ്ങൾ വെച്ചുകൊണ്ട് സമ്പൂർണമായി നിരസിച്ചു. അപ്പൊ ഈ ലോകത്തിന്റെ മഹത്വമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം നിത്യതയിൽ നിന്ന് പുത്രന് കൈമാറിയതും നിത്യതയിലുള്ള മഹത്വമാണെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വരുന്നവരെയാണ് എൻ്റെ ദൈവത്തിന് വേണ്ടത് എന്ന കാര്യം ആദ്യമേ അറിയണം. വളരെ വിലപ്പെട്ടൊരു ആലോചന ഞാൻ പറയുകയാണ്, ശ്രദ്ധിക്കുക. പിശാച് വെച്ച് നീട്ടിയ വാക്തമായ മഹത്വം അത് ഈ ലോകരാജ്യങ്ങളുടെ മഹത്വമാണ്. 195 രാജ്യങ്ങളുടെ മഹത്വമാണ് ഇന്ന് കാണിച്ചു തരിക. അല്ലേ? ന്യൂയോർക്ക്, പാരീസ്, സ്വിറ്റ്സർലൻഡ് തുടങ്ങി എത്ര വലിയ രാജ്യങ്ങളുടെ മഹത്വം കാണിച്ചു തരിക. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഒരു ദിവസം ഇതെല്ലാം കത്തി ചാമ്പലാകാൻ പോവുക. ഇതെല്ലാം കത്തി ചാമ്പലാകും. അപ്പൊ ചാമ്പലാകുന്നതിൻ്റെ മേൽ കണ്ണ് വെച്ചിട്ട് അതിനു വേണ്ടി ഓടി നടന്ന് പ്രയത്നിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ഞാനും നിങ്ങളും തീരും, ഈ പ്രപഞ്ചവും തീരും. എന്ന തീരാത്ത രാജ്യത്തിൽ തീരാത്തവനായി ജീവിക്കുന്ന, തീരാത്തവനായിട്ടുള്ളവൻ, അവൻ
നൽകിയ മഹത്വം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ കൈമാറുവാൻ എൻ്റെ ദൈവം ആഗ്രഹിച്ചു. എത്ര വലിയ സ്നേഹമാണ് നമ്മളോട് കാണിച്ചത്. ഒരു ഹല്ലേലൂയത്തോടെ സന്തോഷത്തോടെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തെ ഉയർത്താൻ കഴിയുമോ? ദൈവത്തെ ഉയർത്താൻ കഴിയുമോ? എത്ര മഹത്തായ രേഖയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ ഉറക്കെ പറയട്ടെ, പിശാചിന്റെ വാക്തത്വത്തെ, പിശാച് കാണിച്ചെന്ന സകല രാജ്യങ്ങളുടെ മഹത്വത്തെ നിരസിച്ചെങ്കിൽ ഇന്ന് അവന്റെ സിംഹാസനം നാം നിരസിക്കുന്നുണ്ടോ? ആ വാക്തത്വങ്ങളെ കുറിച്ച് കേൾക്കുമ്പോഴേ മിക്കവാറും പ്രവചനങ്ങളെല്ലാം ഇപ്പൊ തന്നെ ഈ പറഞ്ഞ വാക്തത്വത്തിന്റെ അടിസ്ഥാനത്തിലായതാ. ഈയിടെ കേൾക്കുന്ന പ്രവചനങ്ങളിൽ പലതും ഈ പറഞ്ഞ പിശാചിന്റെ വാക്തത്വങ്ങളിൽ അടിസ്ഥാനപ്പെട്ടതാണ്. എന്നാൽ നമുക്ക് അതല്ല വേണ്ടത് എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഒരു കൊച്ചു ഉദാഹരണം പറയാം. ഇത് ഈ മീറ്റിംഗിലിരിക്കുന്ന ഭൂരിപക്ഷം പേരുടെ പേര് അറിയാവുന്നതുകൊണ്ട് അറിയാതെ ഏതെങ്കിലും ഒരു പേര് പറഞ്ഞു പോകും. അവരോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് മാത്രം അവരെ കണക്കാക്കാവൂ, അല്ലാതെ കണക്കാക്കല്ലേ എന്ന കാര്യം ഓർപ്പിക്കുകയാണ്. നമുക്ക് ഇതിനകത്ത് സുനിലുണ്ട്. സുനിലിൻ്റെ വീട്ടിൽ ഞാൻ താമസിച്ചതാണ്. അപ്പോൾ സുനിലിനോട് ഞാൻ ചെന്നൊരു പ്രവചനം പറയാമെന്ന് വിചാരിക്കുക. ആ പ്രവചനം ഇങ്ങനെയാണ്, കേൾക്കുക. അടുത്ത ദിവസം അമേരിക്ക പോകും. അമേരിക്ക ചെന്ന് ലാൻഡ് ചെയ്ത് 3-ാം ദിവസം ഒരു മദാമയെ കാണും. മദാമ ഒരു വാക്തത്വം നൽകും. നിശി കേൾക്കുന്നുണ്ട്, അതോർത്ത് ഞാൻ സന്തോഷിക്കുന്നു. 8 നില കെട്ടിടമാണ് തരാൻ പോകുന്നത്. അതിൻ്റെ ഓഫീസ് സൗകര്യങ്ങൾ, ഫർണിഷിംഗ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സുനിലിന് നൽകാൻ പോവുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ നിശി കൈയടിച്ച് അന്യഭാഷ പറയും. നിശി എനിക്ക് അറിയാവുന്നതുകൊണ്ട് നിശി പറയില്ല. നിശി തിരുവെഴുത്ത് അറിയുന്ന വീട്ടിലെ ഒരു കൊച്ചായതുകൊണ്ട് പ്രൈസിൽ പറയില്ല. പക്ഷെ ഭൂരിപക്ഷം പേര് കണ്ണു നിറഞ്ഞ് കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് ആനന്ദിക്കുകയാണ് ആ കാര്യം കേൾക്കുമ്പോൾ. അത് സങ്കടമുണ്ട് എനിക്ക്. കാരണം അത് കേൾക്കുമ്പോഴല്ല നമുക്ക് വേണ്ടത്, അതിലല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിലും ദൈവം നൽകിയ മഹത്വത്തിലും പ്രശംസിപ്പാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്നിച്ച് നിങ്ങൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. അവിടെയാണ് വിലപ്പെട്ട അനുഭവങ്ങൾ എന്നറിയുന്നവർ എത്ര പേരുണ്ട്? അപ്പൊ പ്രശംസയും മഹത്വത്തിൽ കണ്ടു നടന്നതും ഈ ലോകത്തിൻ്റെതിലായിരിക്കരുത് എന്ന കാര്യം മനസ്സിലാക്കുക. ജീവിക്കാൻ വേണ്ടി ദൈവം നൽകിയതാണ് ഇതെല്ലാം, മരണം വരെ എന്ന കാര്യം മനസ്സിലാക്കിയാൽ വിജയിച്ചു. മുമ്പോട്ട് പോകണം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, സാത്താന്റെ വാക്തത്വം 195 രാജ്യങ്ങളുടെ വാക്തത്വമാണ്. ഈ പ്രപഞ്ചത്തിലെ പലതും ചൂണ്ടിക്കാണിച്ചുള്ള വാക്തത്വമാണ്. എന്നാൽ കർത്താവിൻ്റെ വാക്തത്വം അതല്ല. അതിലേക്ക് നമുക്കൊന്ന് കടക്കണം. മുമ്പോട്ട് പോകാം. പ്രൈസ് വായിച്ചാട്ടെ മക്കളെ. 17:22 നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചൊന്ന് വായിക്കാം. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ആമേൻ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ സമത്വത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മഹത്വം കൊടുത്തിട്ടുണ്ട്. ആ മഹത്വം നിത്യതയിലേക്കുള്ളതല്ല. ആ മഹത്വം നമ്മുടെ ഭൂമിയിലായിരിക്കുന്ന, പ്രപഞ്ചത്തിലായിരിക്കുന്ന, ചരിത്രത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കൈമാറേണ്ട മഹത്വമാണ്. അത് ചരിത്രത്തിൽ കൈമാറി ദൈവത്തിന് മഹത്വം എടുക്കാനുണ്ട്. അത് ഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? അവിടെയാണ് പ്രധാനമായ ഭാഗം ഇരിക്കുന്നത്. ഒരു അപ്ലിക്കേഷൻ്റെ കാര്യമാണ് ഇപ്പോൾ പഠിക്കുന്നത്. രണ്ടാമത്തെ അപ്ലിക്കേഷൻ കൂടി നമുക്ക് ഇന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. മുമ്പോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധർക്ക് കൈമാറിയ ആ മഹത്വത്തെക്കുറിച്ച് നമുക്ക് ഒന്നിച്ച് പഠിക്കാം. അറിയുന്ന ഭാഗമാണ്, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും. എടുത്താട്ടെ യോഹന്നാൻ 2:11. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി. ആമേൻ. കാനാവിലെ കല്യാണത്തിന് വെളിപ്പെടുത്തിയ മഹത്വം, കാനാവിലെ കല്യാണത്തിന് വെളിപ്പെടുത്തിയ മഹത്വം. ആ മഹത്വത്തെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ബഹുമാനപ്പെട്ട മറിയ ആണ് യേശുവിൻ്റെ മാതാവ് എന്ന് എഴുതിയിരിക്കുന്നത് കൃത്യമായിട്ട്. മരിയ മാതാവ് എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ബഹുമാനമുള്ള, ഞാൻ പറയുന്നത് പെന്തക്കോസ്തുകാർ മറിയത്തെ ബഹുമാനിക്കുന്ന പോലെ എല്ലാവരും ഒന്ന് ബഹുമാനിച്ചാൽ മതിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതറിയത്തില്ല. പെന്തക്കോസ്തുകാർ മറിയത്തെ ബഹുമാനിക്കുന്നത് വളരെ ബഹുമാനത്തിലാണ്. കാരണം ചരിത്രത്തിൽ മഹത്വം കൈമാറാൻ വന്നവന്റെ മാതാവായിട്ടാണ് അറിയുന്നത്, ദൈവത്തിന്റെ മാതാവായിട്ടല്ല. ഈ കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. ആമേൻ. ചരിത്രത്തിൽ യേശു വന്നത്
ദൈവ മഹത്വം, സമത്വം ഒഴിവാക്കി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഒഴിവാക്കി വെച്ച സമത്വം, ഒഴിവാക്കി വെച്ച മനുഷ്യനായി തീർന്ന, വേഷത്തിൻ ദാസനായി തീർന്ന ക്രിസ്തുവിനാണ് കാനാവിലെ കല്യാണത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ഒരു അവസരം കൊടുത്തത്. അതെങ്ങനെയാ? വീഞ്ഞ് തീർന്നുപോയി. അപ്പൊ തീർന്നു പോയ സ്ഥലത്ത് തീർന്നിട്ടില്ലെന്ന് വെളിപ്പെടുത്തുന്ന മഹത്വം. ഒരു ആമേൻ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? തീർന്നു പോകുന്ന സ്ഥലത്ത് തീർന്നിട്ടില്ല, ദൈവം ജീവിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന മഹത്വം. അങ്ങനെ ഒരു മഹത്വം നമ്മുടെ ഈ മീറ്റിങ്ങിൽ ഉണ്ട് എന്നറിയുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. നിന്റെ ജോലി തീർന്നുപോയി, നിന്റെ സമ്പത്ത് തീർന്നുപോയി, നിന്റെ ആരോഗ്യം തീർന്നുപോയി, നിന്റെ നന്മകൾ തീർന്നുപോയി, മാനസിക സന്തോഷം തീർന്നുപോയി, ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും തീർന്നുപോയി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിടുന്ന ആരൊക്കെയുണ്ടോ അവിടെ മുമ്പിൽ കർത്താവ് പറയുകയാണ്, തീർന്നിട്ടില്ല മക്കളെ. നീ എങ്ങനെയൊക്കെ നോക്കിയാ നീ പ്രകാശിതരാകും. നീ തീർന്നിട്ടില്ല. തീരാത്തൊരു ദൈവം നിനക്ക് വേണ്ടിയുണ്ട്. അവൻ ഇന്ന് ഒരു പുതിയ അധ്യായം നിനക്ക് വേണ്ടി ആരംഭിക്കുമെന്ന് പറയാൻ നല്ല ഹൃദയമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഉറപ്പുണ്ട്, തീർന്നു എന്ന് വിധി എഴുതിയവർ നോക്കി നിൽക്കവേ തീർന്നിട്ടില്ല, ദൈവം നിന്നെ ഉപയോഗിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു വാക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി ദൈവത്തോട് പറയും, ദൈവമേ ആ വലിയ ചിന്തയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണേ. കൈമാറിയ മഹത്വം നിമിത്തം പലതും തീർന്നിട്ടില്ല, എൻ്റെ ദൈവം ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുന്നതാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒരു വലിയ ചിന്തയിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് തുറന്ന് പറയുകയാണ്, ഒന്ന് ദൈവത്തോട് മനസ്സുയർത്തി എന്ന് പറഞ്ഞ്, തീർന്നു എന്ന് നിന്റെ മുമ്പിൽ വന്ന് പിശാച് പറഞ്ഞ് ആക്രോശിക്കുന്ന സമയത്ത് ഉറക്കെ പറ, നൽകിയ മഹത്വം നിമിത്തം ദൈവം തന്റെ മഹത്വം ഭൂമിയിൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി തീർന്നിട്ടില്ല എന്ന കാര്യം ഉറപ്പിക്കുന്ന സമയങ്ങളുണ്ട്. ആ ടൈം നിന്റെ മുമ്പിൽ വരേണ്ടതുണ്ട് എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വാക്ക് നിന്റെ ഹൃദയം തുറന്ന് ദൈവത്തോട് പറയും, ദൈവമേ തീർന്നിട്ടില്ല എന്ന് നിനക്ക് തെളിയിക്കാനുള്ള ദിവസമാണിതെങ്കിൽ അതിൽ നിന്റെ മഹത്വം കാണുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിതാവ് പുത്രന്റെ കൈമാറിയ മഹത്വത്തിൽ തീർന്നിട്ടില്ല, ദൈവം ജീവിക്കുന്നുണ്ടെന്ന് തെളിയിക്കുവാൻ എൻ്റെ കുടുംബത്തിൽ നീ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തെ നീ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ദാ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ്, ഞാനിതാ എന്ന് പറയാനൊരു ഹൃദയം ഉണ്ടെങ്കിൽ എൻ്റെ ദൈവം അത് ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? അങ്ങനെ ഒരു അനുഭവം എൻ്റെ വീട്ടിൽ വരണം, എനിക്ക് വേണം, എനിക്ക് ആവശ്യമുണ്ട്, കർത്താവേ നീ അത് അറിയുന്നു എന്നുള്ളവർ മാത്രം ആ കൈകളൊന്ന് മലർത്തി ഹൃദയം ഒന്ന് ഉയർത്തി ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഒരു വലിയ ദൈവദാസൻ എൻ്റെ അടുത്ത് വന്നേച്ച് പറഞ്ഞു, ഞാന് വലിയൊരു രോഗത്താൽ ബാധിതനായി കിടന്നു. ആ കിടപ്പിന് ശേഷം എൻ്റെ ഓർമ്മ മുഴുവൻ നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ട ഓർമ്മ തിരിച്ചു വരുന്നില്ല. ആ കാരണത്താൽ എൻ്റെ ശുശ്രൂഷ മുഴുവൻ പോയി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കർത്തദാസിന് വന്ന രോഗം കേട്ടതിൽ സന്തോഷമുണ്ട്. കേട്ടതിൽ അതിന്റെ കാരണം എന്താ? എൻ്റെ തലച്ചോറ് പൊട്ടിയതാ, തെലാമിക് ബ്ലീഡിങ് വന്നതാ. ഞാൻ ഇതിനുള്ള സന്തോഷം ബിന്ദുവിൻ്റെ കുടുംബത്തിലാണ് വിശ്രമിച്ചത്. 3 മാസം 10 ദിവസം അവിടെയായിരുന്നു. എഴുന്നേക്കാൻ വയ്യാതെ കിടന്ന ആളാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ആ കിടക്കയിൽ ഇരുന്നു കൊണ്ട് ബിന്ദുവിനെ കമൻട്രി പറഞ്ഞു കൊടുത്തു. പെട്ടെന്ന് പുള്ളിക്ക് ഒരു ഷോക്ക് പോലെയായി. ഇന്നും അങ്ങനെ പ്രവർത്തിക്കുന്ന ദൈവമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വിഷമം കൊണ്ട് ചോദിക്കും പുള്ളി. ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ദേവദാസൻ കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്, കർത്താവേ തീർന്നില്ലെന്ന് പറയാൻ ഒരു വഴി ഒരുക്കുന്ന ദൈവത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. തീർന്നിട്ടില്ലെന്ന് പറയാൻ മാധ്യമങ്ങൾ വഴി ഈ ദൂത് കേൾക്കുന്ന, സൂം വഴി ഈ ദൂത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, ഇങ്ങനെ ഒരു പ്രോഗ്രാം എൻ്റെ ദൈവത്തിനുണ്ട് എന്നറിയുന്നവർ എത്ര പേരുണ്ട്? തീർന്നുപോയ വിവാഹ വിരുന്നിൽ തീർന്നിട്ടില്ല എന്ന് പറയാൻ വെറും പച്ചവെള്ളം മതി എന്നറിയുന്നവർ എത്ര പേരുണ്ട്? അക്കാര്യം അറിഞ്ഞിരിക്കണം. തീർന്നുപോയ വിവാഹ വിരുന്നിൽ തീർന്നിട്ടില്ല എന്ന് പറയുവാൻ ദൈവത്തിന്റെ പുത്രനെ കൊച്ചു പച്ചവെള്ളം മതി. നിറം മാറ്റാൻ, ഗുണം മാറ്റാൻ, മണം മാറ്റാൻ, എല്ലാറ്റിനേക്കാളും ടേസ്റ്റ് ഉള്ളതാക്കി തീർക്കാൻ പച്ചവെള്ളം മതി. തീർന്നിട്ടില്ല.
അത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുകയായിരുന്നു. ഇന്ന് രാത്രി ദൂത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ഓപ്പണിംഗ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു വാക്ക് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ അടുത്ത ഭാഗത്ത് കടക്കും മുമ്പ് ഇത് തെളിച്ച് പറഞ്ഞേ പറ്റുമല്ലോ. പോരാ, 11-ാം അധ്യായത്തിലേക്ക് ഇന്ന് വരാം. ദൈവമഹത്വം വെളിപ്പെട്ട അടുത്ത രംഗം 11-ാം അധ്യായം എടുത്താട്ട് 40-ാം വാക്യം 4-40. 11:4. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. ചില രോഗങ്ങൾ വീട്ടിൽ വരുന്നത് നൽകിയ മഹത്വം പുറത്തു കൊണ്ടുവരാനാണ്. ദൈവപുത്രനെ നൽകിയ മഹത്വം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഈ അറിവുള്ളവർ എത്ര പേരുണ്ട്? ദൈവപുത്രനെ കൈമാറിയതും ദൈവപുത്രൻ ദൈവജനത്തിന് കൈമാറിയതുമായ മഹത്വം ലോകം അറിയണം. അപ്പൊ രോഗശാന്തി എന്ന് പറയുന്നത് ഈ വലുപ്പത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നൽകിയ മഹത്വം വെളിപ്പെടേണ്ടതിന് ലാസറിന് കൊടുത്ത വിടുതൽ എന്താ? 4 നാളായി നാറ്റം വെച്ചു അല്ലേ? നാറ്റമാകുന്ന അമ്പ് മൂക്കിലടിച്ച് മാറി നിൽക്കേണ്ട ഗതികേട് വന്നപ്പോൾ തമ്പുരാൻ പറയേണ്ട, മാറി നിൽക്കണ്ട, നിങ്ങൾ തിരിച്ചു പോകണ്ട. 4 നാളായി, ശരിയാണ്, തിരിച്ചു പോകണ്ട. ഇതാ ഒരുത്തൻ പുറത്തേക്ക് വരുന്നു. ഇവിടെ ഒരു വലിയ കാര്യം എനിക്ക് പറയാനുണ്ട്. അതെന്താണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 4 കാര്യങ്ങളാണ് കർത്താവ് വെളിപ്പെടുത്തിയത്. 1, ബഥാന്യരുടെ അറിവ്, ബഥാന്യ നാട്ടുകാരുടെ അറിവ്. 2, മാർത്തയുടെ അറിവ്. 3, മറിയയുടെ അറിവ്. 4, ശിഷ്യന്മാരുടെ അറിവ്. ഈ 4 അറിവുകൾക്ക് മറുപടി കൊടുക്കുന്ന ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നു. സ്തോത്രം. എന്താ 4 കൂട്ടർക്കുള്ള അറിവ്? സൗഖ്യം നൽകുന്നവനാണെന്ന് മാത്രമേ അറിയുള്ളൂ. യേശു സൗഖ്യം നൽകുന്നവനാണ്, ക്രൂസൈഡ് വീരനാണെന്ന് കറക്റ്റ് അറിയുന്ന 4 പേർക്ക്. പക്ഷെ കർത്താവ് അതിനേക്കാൾ അപ്പുറത്തൊരു കാര്യം തെളിയിച്ചു. അത് നാറ്റം വെച്ചവനെ കൊണ്ട് തെളിയിച്ചത്. അതെന്താ? മരിച്ച് അടക്കപ്പെട്ട് നാറ്റം വെച്ചാലും ആമേൻ അതിൽ നിന്ന് പുറത്തു വരുത്തുന്നവനാണ് എൻ്റെ ദൈവം. അഥവാ റിസറക്ഷൻ പവർ ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് ഈ മഹത്വത്തിലൂടെ കർത്താവ് തെളിയിച്ചു. ലോകം മുഴുവൻ അറിയേണ്ട കാര്യമാണ്. നാറ്റം വെച്ച നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ വെളിപ്പാട് ലോകത്തിന് കിട്ടുവാൻ, ദൈവപുത്രന്റെ മഹത്വം ലോകത്തിന് കിട്ടുവാൻ, പുതിയൊരു വെളിപ്പാട് യേശുവിനെ കുറിച്ച് അറിയുവാൻ ദൈവം പദ്ധതി ഒരുക്കിയെങ്കിൽ ഇന്ന് രാത്രി അത് കേൾക്കുന്നവർ എത്ര പേരുണ്ട്? നിന്റെ കുടുംബത്തിൽ നാറ്റം വെച്ച്, നിന്റെ കുടുംബം നീറ്റം വെച്ച്, നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രോഗ്രാം ലോകമൊരുക്കുമ്പോൾ, പിശാചൊരുക്കുമ്പോൾ, ചരിത്രത്തിൽ കൂട്ടുകാരൊരുക്കുമ്പോൾ, ഉറക്കെ പറ, നീ നാറ്റം വെച്ചുകൊണ്ട് നീറ്റത്തിൽ ഇരിക്കുമ്പോൾ തമ്പുരാൻ പറയുക, എൻ്റെ മോനെ, നീ ഇത്രയും സഹിക്കുമ്പോൾ എന്നെ കുറിച്ചുള്ള വെളിപ്പാട് നിന്റെ നാറ്റത്തിലൂടെ, നിന്റെ നീറ്റത്തിലൂടെ ലോകം അറിയാൻ പോകുകയാണ്. ഐ ആം ദ റിസറക്ഷൻ. ആമേൻ, ആമേൻ. ഇതറിയുന്നവർ എത്ര പേര് ഈ മീറ്റിംഗിലുണ്ട്? ഐ ആം ദ റിസറക്ഷൻ. ഇന്ന് രാത്രി ആ വെളിപ്പാട് കിട്ടിയവർ എത്ര പേരുണ്ട്? നൽകപ്പെട്ട മഹത്വത്തിന്റെ പ്രസരിപ്പ്, അതിന്റെ പ്രദർശനം. നീ കഷ്ടം സഹിക്കുന്ന കഷ്ടത്തിൽ നശിക്കണമെന്നല്ല, നിന്നെക്കുറിച്ചുള്ള വെളിപ്പാട് നിന്റെ കഷ്ടത്തിലൂടെ പിതാവ് പുത്രന് നൽകിയ മഹത്വത്തെ പുറത്തു കൊണ്ടുവരാൻ എൻ്റെ ദൈവം അങ്ങനെ പദ്ധതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പദ്ധതി നന്മയ്ക്കായിട്ടാണ് എന്നുള്ളവരെല്ലാം കൈയടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ട്. അതെല്ലാം നന്മയ്ക്കായിട്ടുള്ളതാണ്. നന്മയ്ക്കായിട്ടുള്ളതാണ്. അത് പറയാൻ എനിക്ക് ബൈബിളിൽ ഒത്തിരി വിഷയങ്ങളുണ്ട്. എന്നാൽ ഈ കാര്യം തറപ്പിച്ച് നിങ്ങൾ അറിയണം. നമ്മുടെ ലാസറിന്റെ മരണം, ലാസറിന്റെ ചരിത്രം നാറ്റം വെച്ചില്ലേ? ആ കുടുംബം എല്ലായിടത്തും വഷളാക്കപ്പെട്ടില്ലേ? ഇത്രയും സ്നേഹത്തിലിരുന്ന ക്രിസ്തു പോലും തിരിഞ്ഞു നോക്കിയില്ലല്ലോ. എത്ര പേർക്കാണ് ചോദ്യങ്ങൾ കൊണ്ടുവരാനുള്ളത്? എത്ര പേരിനാണ് ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ വായടയ്ക്കുന്നത്, നമ്മുടെ ബുദ്ധി നിശ്ചലമാക്കുന്നത്?
നമ്മുടെ ചിന്തകളെ അറസ്റ്റ് ചെയ്യുന്നത്. ആ ടൈമിൽ കർത്താവ് പറയാണ്, ഡോണ്ട് വറി, ആ പറഞ്ഞവരുടെ മുമ്പിൽ കൂടെ എഴുന്നേറ്റ് നീ നടക്കാൻ പോകുകയാണ്. എൻ്റെ മഹത്വം ഈ നാട് അറിയാൻ പോകുകയാണ്. ഏത് നാട്? ബഥാന്യ മാത്രമല്ല, 2000 കൊല്ലമായിട്ട് ലോകം മുഴുവൻ അറിയുകയാണ് അവന്റെ മഹത്വം ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന മഹത്വമാണ്. ഈ ഉറപ്പുള്ളവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? പ്രൈസ് ഗോഡ്. ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന മഹത്വം, നൽകിയ മഹത്വം, വെളിപ്പെടുത്തുന്ന മഹത്വം, നാട്ടം വെച്ചതിന്റെ വലിപ്പമാണ് നമ്മൾ ഉറക്കെ പറയാറുള്ളത്. അതിന്റെ വലിയ കാര്യങ്ങളാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്താറുള്ളത്. പക്ഷേ ദൈവം പറയുന്നത്, ഞാൻ പുത്രന് കൊടുത്ത മഹത്വം, പുത്രന് ഞാൻ കൊടുത്ത മഹത്വം വെളിപ്പെടുത്തുവാൻ സമയമായി. ഇതാ വന്നിരിക്കുന്നു. അങ്ങനെ എൻ്റെ ദൈവം അത് ചെയ്യുമെന്ന് ഉറപ്പുള്ളവരെല്ലാം നല്ലൊരു സ്തോത്രം പറഞ്ഞ് ആരാധിച്ചാൽ നമുക്ക് മുമ്പോട്ട് പോകണം. കഴിഞ്ഞിട്ടില്ല. ഒരു ഭാഗം കൂടെ നിങ്ങൾ കാണണം. ഒന്ന് വായിച്ചാൽ വേഗം. 11:40 യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. ഒരു ആമേൻ പറയാൻ എത്ര പേർക്ക് പറ്റും? ഈ മഹത്വം കാണാനായിട്ട് വ്യവസ്ഥയുണ്ട്. എന്താ വ്യവസ്ഥ? വിശ്വസിക്കണം. വിശ്വാസത്തിന് 4 അടിസ്ഥാനങ്ങളാണ്. നമ്മുടെ ക്ലാസ്സിൽ എപ്പോഴെങ്കിലും വിശദീകരിക്കാം. 1, യേശുവിന്റെ വചനത്തിൽ ആണ് അടിസ്ഥാനം. 2, യേശുവിലാണ് അടിസ്ഥാനം. 3, പിതാവിലാണ് അടിസ്ഥാനം. 4, ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയിലാണ് അടിസ്ഥാനം. ഇവിടെ കുറച്ചുകൂടെ വലുപ്പത്തിൽ പറയട്ടെ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവത്തിന്റെ മഹത്വം ഞാൻ കാണും എന്ന് ഉറപ്പുള്ള ഒരു സ്തോത്രം ചെയ്യാം, അല്ലേ? നമ്മൾ 2 ആപ്ലിക്കേഷൻ ഇപ്പൊ പഠിച്ചു. കർത്താവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് മത്തായി 6 ലൂക്കോസിന്റെ 6 അല്ല, അത് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. എന്നാൽ കർത്തൃപ്രാർത്ഥന എന്ന് പറയുന്നത് യോഹന്നാൻ 17. ആ 17 വരുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട വലിയ ചില വ്യക്തികളോട് നേരിട്ട് പറയേണ്ട ഗതികേട് വന്നിട്ടുണ്ട് എനിക്ക്. 3200ഓളം കമന്ററിയാണ് യോഹന്നാന്റെ സുവിശേഷത്തെ കുറിച്ച് ഇന്ന് വന്നിട്ടുള്ളത്. ആ വലിയ കമന്ററി വരാനുള്ള കാരണം എന്താ? അത്ര നിഗൂഢമായ വിലപ്പെട്ട രഹസ്യങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇരിക്കുന്നത്. 17-ാം അധ്യായം പറയണ്ട. ഒരു വീട്ടിൽ 3 സഹോദരന്മാർ ഈ 17-ാം അധ്യായത്തെ കുറിച്ച് 3 പുസ്തകം എഴുതി. സ്തോത്രം. അത്രയ്ക്ക് വിലപ്പെട്ട ഒരു അധ്യായമാണ് 17-ാം അധ്യായം. അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ കാര്യം പറയുമ്പോൾ ബൈബിൾ വ്യക്തമായി പറയുന്നു, ദൈവത്തിന്റെ പുത്രന്റെ മഹത്വം വെളിപ്പെടുകയാണ്. അപ്പൊ നൽകിയ മഹത്വം വെളിപ്പെടുത്തുന്നത് ഉയർത്തെഴുന്നേൽപ്പിലൂടെ, അത്ഭുതങ്ങളിലൂടെ, കാനാവിൽ അത്ഭുതങ്ങളിലൂടെ. 2, ഉയർത്തെഴുന്നേൽപ്പിലൂടെ. അങ്ങനെ ദൈവം തന്റെ പുത്രന് നൽകിയ മഹത്വം വെളിപ്പെടുത്തിയെങ്കിൽ, അത് തന്റെ ജനത്തിന് നൽകിയെങ്കിൽ, നമ്മുടെ ക്ലാസ്സിൽ അതും അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? കുറച്ചുകൂടെ പറയട്ടെ, കൈമാറിയ മഹത്വത്തിന്റെ എക്സിബിഷൻ സ്റ്റോളായി നമ്മൾ മാറണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കൈമാറിയ മഹത്വത്തിന്റെ എക്സിബിഷൻ സ്റ്റോളായി നമ്മൾ മാറണം. താല്പര്യമുള്ളവർ എത്ര പേരുണ്ടെന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. കർത്താവ് എന്നെ ഉപയോഗിക്കട്ടെ, കർത്താവ് എന്നെ ഉപയോഗിക്കട്ടെ. താല്പര്യമുണ്ടോ? ഒരുപക്ഷെ നാറ്റത്തിലൂടെ ആയിരിക്കാം, ഒരുപക്ഷെ നീറ്റത്തിലൂടെ ആയിരിക്കാം, നോ പ്രോബ്ലം. ഒരുപക്ഷെ അത്ഭുതങ്ങളിലൂടെ ആയിരിക്കാം. എന്നാൽ അല്പം കഴിയുമ്പോൾ ലോകം അറിയും, ലോകം കൃത്യമായി മനസ്സിലാക്കും, എൻ്റെ ദൈവത്തിന്റെ മഹത്വം, നൽകപ്പെട്ട മഹത്വം പുത്രനിലൂടെ ലോകമറിയാൻ ഒരു ദൈവദാസനെ, ഒരു ദൈവത്തിനെ കടത്തിവിട്ട ശോധനയാണിത് എന്ന് ലോകം അറിയും. ആമേൻ. അങ്ങനെ സന്തോഷമുള്ളവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? എൻ്റെ കർത്താവിനെ കുറിച്ച് എന്നിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന വെളിപ്പാടാണത് എന്ന കാര്യം കൂടെ അറിയാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? ആ വലിയ വെളിപ്പാടിനായി സ്തോത്രം. ഇനി അടുത്തത് കൂടെ നമുക്കൊന്ന് വായിക്കണം. നമ്മുടെ സമയത്തിൽ തീരില്ലെങ്കിലും നമുക്കിതൊന്ന് വായിച്ചേ പറ്റൂ. മർക്കോസ് 10:37 നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ വരം നൽകണമെന്ന് അവർ പറഞ്ഞു. മതി. ആ വാക്യം ഒന്ന് നിർത്തി ഇനി ഒന്നോടെ വായിക്കണം. ഒരു അമ്മയുടെ ആഗ്രഹമാണിത്.
മാതാവിന് മക്കളെ കുറിച്ചുള്ള ആഗ്രഹം. അത് പറയുന്നത് ആരോടാ? അമേരിക്കൻ പ്രസിഡന്റിനോടോ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടോ റഷ്യൻ പ്രസിഡന്റിനോടോ അല്ല. ഇവയെല്ലാം സൃഷ്ടിച്ച് നമ്മുടെ കർത്താവിനോടാ പറയുന്ന അമ്മയുടെ ആഗ്രഹം. ആഗ്രഹം ഒന്ന് കേൾക്കാം. എന്താ ആഗ്രഹം എന്ന് പറഞ്ഞേ? നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ വരം നൽകണം എന്ന് അവർ പറഞ്ഞു. യേശു മറുപടി എന്ത് പറഞ്ഞു? യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇതാ പ്രശ്നം. നിങ്ങൾക്ക് ക്രൂശിലെ കള്ളന്മാർ രണ്ടുപേരും അറിയില്ല, നന്നായിട്ട് അറിയാമല്ലോ. ഒരു ബൈബിളിൽ എഴുതിയിരിക്കുന്ന വലത്തെ കള്ളൻ രക്ഷിക്കപ്പെടുന്നു. നമ്മുടെ വീട്ടിലില്ല കേട്ടോ. ഒരു സഭക്കാരുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വലത്തെ കള്ളനാണ്. വലത്തായാലും വിരോധമില്ല, എനിക്ക് ഇടത്തായാലും വിരോധമില്ല. പ്രൈസിലോട് സന്തോഷമുള്ള ആരായാലും. ആ മാനസാന്തരപ്പെട്ട കള്ളൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന അറിയാമോ? കർത്താവേ, നീ മടങ്ങി വരുമ്പോൾ എന്നെ ഓർക്കണമെന്നാണ്. നിങ്ങൾ ആ വാക്യം ശരിക്കും ശ്രദ്ധിച്ചാലും ലൂക്കോസ് 22, 23 അധ്യായങ്ങളിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഞാൻ പോവല്ല. പക്ഷെ കർത്താവ് വരുമ്പോഴാണ് ഓർക്കേണ്ടത്. കർത്താവ് ക്രൂശിൽ കിടക്കുന്നത് AD 1-ാം നൂറ്റാണ്ടിൽ. ഇന്ന് വരെ കർത്താവ് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ റെജി പാസ്റ്റർ, ആ പ്രാർത്ഥന ഇന്നും നിറവേറും? നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ലയോ? നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥന 5000 കൊല്ലം കഴിഞ്ഞാൽ നിറവേറില്ല. എത്ര പേർക്ക് മനസ്സിലായി? 5000 കൊല്ലം കഴിഞ്ഞാൽ നിറവേറില്ല. കർത്താവേ, നീ വരുമ്പോൾ എന്നെ ഓർക്കണമെന്ന. നീ വരുമ്പോഴേ കർത്താവ് അയേറിയിൽ വരുന്നത് നമ്മളെ ചേർക്കാനാണ്. ഒലിവുമലയിൽ വരുന്നത് മറ്റൊരു ഗ്യാപ്പിൽ പറയേണ്ട കാര്യമാണ്, പറയാമെങ്കിലും അടുത്തൊരു ഗ്രൂപ്പിനെ ചേർക്കാനാണ്. അതിലേത് വരവിലാണ് ഇവനെ ഓർക്കേണ്ടത്? ഏത് വരവായാലും ഇതുവരെ യേശു വന്നിട്ടില്ല. അവൻ പ്രാർത്ഥിച്ചിട്ട് ഇപ്പൊ ഏകദേശം 2000 കൊല്ലമായി. ഏകദേശം നമ്മുടെ ജേക്കബ് ജോൺ പാസ്റ്ററൊക്കെ ചിന്തിച്ചു പോവുക, നമ്മുടെയൊക്കെ പ്രാർത്ഥന ഈ നിലയിലാണെങ്കിൽ എന്നായിരിക്കും നിറവേറുക? കർത്താവ് പറഞ്ഞത്, ചുട്ടേ ഇന്ന് നീ എന്നോട് കൂടെ പ്രതീക്ഷിച്ചിരിക്കും. നമ്മുടെ പ്രാർത്ഥനയിലെ തെറ്റായ ഭാഗങ്ങളായാലും അറിവില്ലായ്മയായാലും എന്റെ കർത്താവിന് ഇഷ്ടം നിറവേറേണ്ടതിന് ചില സമയത്ത് സന്ദർഭങ്ങളല്ല വിഷയം. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറാൻ ഒരു വാതിൽ ഇന്നും ദൈവം നിനക്ക് വേണ്ടി തുറക്കുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? അതവന്റെ മഹത്വം വെളിപ്പെടുത്താനാണ്. അതവന്റെ മഹത്വം വെളിപ്പെടുത്താനാണ്. അറിയുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചത്. എന്റെ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ ഹൃദയമുള്ളവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. അവന്റെ മഹത്വം വെളിപ്പെടുത്താൻ അത് ചെയ്യും. ഞാൻ അതിലേക്ക് വരട്ടെ. അമ്മയുടെ ആഗ്രഹം അതായിരുന്നു, അറിയില്ല. അത് നിറവേറുന്ന കാര്യം ഞാൻ പിന്നാലെ പറയുന്നുണ്ട്, അതുകൊണ്ട് നിറവേറുന്നു പറയാത്തത്. അടുത്ത ഭാഗത്തേക്ക് ഇന്ന് വരാം. അല്പം കൂടെ എസ്കറ്റോളജിക്കലായിട്ട് കൂടെ ഈ കാര്യം ഒന്ന് കാണേണ്ടതുണ്ട്. 2 വാക്യങ്ങൾ കൂടെ. മത്തായി 16, 19 അധ്യായങ്ങളിൽ. മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിൽ വെളിപ്പെടുന്ന മഹത്വം. യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിൽ വെളിപ്പെടുന്ന മഹത്വം. ഇത് എസ്കറ്റോളജിക്കൽ റൂട്ടിൽ പഠിച്ചെങ്കിലേ മനസ്സിലാകൂ. അത് പിന്നാലെ വിശദീകരിക്കാം. അപ്പോ തന്ന മഹത്വം, എന്നേക്കും നിലനിൽക്കുന്ന നിത്യതയിലെ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഇത് രണ്ടും അനുഭവിക്കാൻ നമുക്കിട വരുമോ? അതിന് ഉത്തരം പിന്നാലെ പറയാം. അടുത്ത ബുധനാഴ്ച വരുമ്പോൾ എല്ലാവരും ഉത്തരം കണ്ടുപിടിച്ച് വരണം. ഒന്ന്, തന്ന മഹത്വം അനുഭവിക്കാൻ കഴിയുമോ? 2, പിതാവിനോടൊപ്പം ഉണ്ടായിരുന്ന മഹത്വം നമുക്ക് അനുഭവിക്കാൻ കഴിയുമോ? ഇത് രണ്ടിന്റെയും അറിവ് നമുക്ക് ലഭിക്കേണ്ടതാണ്. യേശുവിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് അത്യുത്തമമായ പ്രാർത്ഥന, അതിശ്രേഷ്ഠമായ പ്രാർത്ഥന. അതിന് ഉത്തരം ലഭിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് പറയാൻ
നമ്മുടെ മുമ്പിൽ ടൈം ഇല്ലെങ്കിലും ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. ഇത് രണ്ടിൻ്റെയും അനുഭവം കൈപ്പറ്റാനുള്ള, വിവിധ രീതിയിലുള്ള അനുഭവം കൈപ്പറ്റാനുള്ള പ്രോഗ്രാം പ്രൊജക്റ്റും എൻ്റെ കർത്താവ് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? ആ വിലപ്പെട്ട പ്രൊജക്റ്റ് ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാം കൈ ഒന്ന് ഉയർത്തിയോ, കൈയടിച്ചോ, ദൈവത്തെ മഹത്വപ്പെടുത്തിയാക്കി. ഇവിടെ അല്പം കൂടെ ഉയർന്ന് ചിന്തിച്ചു നോക്കിയേ. ചരിത്രത്തിൽ കൈമാറുന്ന മഹത്വം അത് ദൈവജനത്തിനാണ് കൈമാറുന്നത്. ഇന്നുള്ള 850 കോടി ജനങ്ങൾക്ക് കൈമാറാൻ കർത്താവ് തയ്യാറാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം, 850 കോടി ജനങ്ങൾക്കും ഇത് കൈമാറാൻ കർത്താവ് തയ്യാറാണ്. പക്ഷെ നിയമം പാലിക്കണം. ആമേൻ. യേശുവിൽ വിശ്വസിച്ചേ പറ്റൂ. യേശുവിൻ്റെ വചനങ്ങളെ, വചസ്സുകളെ അനുധാവനം ചെയ്തേ പറ്റൂ, ഫോളോ ചെയ്തേ പറ്റൂ, അനുസരിച്ചേ പറ്റൂ. അതാണ് നിയമം. ഒരു മഹാരാജാവ് തൻ്റെ നിയമങ്ങൾ പറയുമ്പോൾ അനുസരിക്കുമെങ്കിൽ അവൻ നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന, നമുക്ക് നൽകാൻ പോകുന്ന ഏറ്റവും വിലപ്പെട്ട ദാനമാണത്. അത് അനുഭവിക്കാൻ ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? അത് അനുഭവിക്കാൻ ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ഈ ഒരു വലിയ അറിവിലേക്ക് നമ്മൾ വരണം. കേൾക്കാൻ പറ്റുന്നുണ്ടോ പാസ്റ്റർ? ഓക്കെ. ഈ രാത്രി നമുക്കൊരു ചോദ്യത്തോടുകൂടി പിരിയാം. തന്ന മഹത്വം എന്നിലൂടെ പ്രദർശിപ്പിക്കുന്ന വ്യത്യസ്ത രംഗങ്ങൾ എൻ്റെ വീട്ടിൽ, എൻ്റെ ഓഫീസിൽ, എൻ്റെ കലാലയത്തിൽ, എൻ്റെ കോളേജിൽ, എൻ്റെ സെമിനാരിയിൽ, എൻ്റെ ചെറികളിൽ, എൻ്റെ ജീവിതയാത്രകളിൽ ദൈവത്തിനെ വെളിപ്പെടുത്തണമെന്ന ആഗ്രഹമുണ്ട്. അതിന് ഹൃദയമുള്ളവർ എത്ര പേരുണ്ട്? എൻ്റെ ദൈവം തൻ്റെ പുത്രനെ നൽകിയ മഹത്വം നമ്മിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് സന്തോഷമുള്ളവരുണ്ടെങ്കിൽ ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ഒരു വാക്ക് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ. വിലപ്പെട്ട ദിവസമാണിന്ന്. വളരെ വിലപ്പെട്ട ആലോചനയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. തുടങ്ങിയിട്ടുള്ളൂ. വളരെ ആഴത്തിലുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഒന്നുകൂടെ എടുത്തു പറയുന്നു. പിതാവിനോടൊപ്പം ഉണ്ടായിരുന്ന മഹത്വം, സമത്വത്തിലുണ്ടായിരുന്ന മഹത്വം, പിതാവിൻ്റെ പുത്രൻ പിതാവിൻ്റെ മടിയിലിരുന്ന സമയത്തെ മഹത്വം അത് വേറെയാണ്. എന്നാൽ നൽകിയ മഹത്വം അത് ദൈവജനത്തിനെ കൈമാറുന്ന മഹത്വമാണ്. ആ കൈമാറുന്ന മഹത്വം എന്നിലൂടെ ദൈവത്തിനെ പ്രദർശിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തെ സാധിപ്പിക്കാൻ എൻ്റെ ഹൃദയത്തെ ഞാൻ അനുവദിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൈകളൊന്ന് മലർത്തി ഉയർത്തി ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. ദൈവമേ, വിലപ്പെട്ട അനുഭവങ്ങൾ കേൾക്കാൻ ഇടയാണ്. ഇതുവരെ കേൾക്കാൻ സാധിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ഇന്നും കേട്ടു, ഇനിയും കേൾക്കാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് പറയാം. ആ വിലയേറിയ അനുഭവങ്ങളുടെ ഒരു വ്യക്തി ഞാനാകട്ടെ കർത്താവ്. ആ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ അനുഭവിപ്പാൻ നീ അനുവദിച്ചു വച്ചിരിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരികയാണ്. സന്തോഷത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർ എത്ര പേരുണ്ട്? സന്തോഷത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർ എത്ര പേരുണ്ട്? ഒരുമിച്ചൊന്ന് ഹല്ലേലൂയ പറഞ്ഞ് ആരാധിച്ചാൽ വളരെ സന്തോഷത്തോടു കൂടി. ശൂഡാബാല ഹസ്തജലഷ് പ്രംബപക്ഷ പടബ ഹസ്തുനാരകഷിയാരസ് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗം നമ്മളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. ഇത് പിശാചി തന്ന വാഗ്ദത്തത്തിൽ കണ്ണു നടന്ന അനുഭവമല്ല. മഹാരാജാവായ ക്രിസ്തു തന്ന വാഗ്ദത്തമാണിത്. മഹാരാജാവായ പിതാവ് തന്ന വാഗ്ദത്തമാണിത്. അത് മാറുന്നതല്ല എന്നറിയുന്നവർ എത്ര പേരുണ്ട്? നശിക്കുന്ന വാഗ്ദത്തമല്ല ഇത്. നശിക്കാത്ത വാഗ്ദത്തത്തിൽ എനിക്ക് ഒന്നിച്ച് ആനന്ദിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കൂ. സമയമായതുകൊണ്ട് കർത്താവിന്റെ ദാസൻ റെജി പാസ്റ്റർ കയ്യിലേക്ക് മൈക്ക് കൈമാറുന്നു. God bless you. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും. കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും.
കാലമേറ്റം ആസന്നമേ. അതൻ ആശയേ, അതൻ ആനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. അതൻ ആശയേ, അതൻ ആനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. ഈ മണ്ണിൽ എന്റെ ക്ലേശം അല്പകാലം മാത്രം, വാഞ്ഞു പോമത് കിനാവ് പോ. ഈ മണ്ണിൽ എന്റെ ക്ലേശം അല്പകാലം മാത്രം, വാഞ്ഞു പോം അത് കിനാവ് പോൽ. നിത്യ തേജസ്സിൻ ഘനമാണതിൻ ഫലമെൻ പ്രിയൻ അന്നു നൽകിടും. നിത്യ തേജസ്സിൻ ഘനമാണതിൻ ഫലമെൻ പ്രിയൻ അന്നു നൽകിടും. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. അതൻ ആശയേ, അതൻ ആനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. അതൻ ആശയേ, അതൻ ആനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ.